ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകണം എന്നുള്ള തീവ്രമായൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അല്ലേ. ആ പ്രയത്നത്തിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങാകാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ CCയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. CCയിൽ 90 ഡേയ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അവർ പറഞ്ഞു തരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. സെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് ബോട്ടണിയുടെ എക്സാം നിങ്ങൾ ഒരുപാട് കുഴപ്പിച്ചു, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ നടന്നത് അല്ലേ. ഒരൊറ്റ PVQ പോലും ചോദിക്കാത്ത ഒരു എക്സാം. അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് സാധാരണ സെറ്റ് എക്സാം നടക്കുക. പിന്നെ ഒരുപാട് എളുപ്പമുള്ള സെറ്റ് എക്സാംസും വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് അത്യാവശ്യം ജനറൽ പേപ്പർ കിട്ടിയില്ലെങ്കിൽ പോലും സബ്ജക്റ്റ് മിക്കവാറും എല്ലാവരും തന്നെ പാസ്സാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നേരെ തിരിഞ്ഞുപോയി. സബ്ജക്റ്റ് വളരെ ടഫായിരുന്നു. കേരളത്തിൽ തന്നെ വെറും 20 പേര് മാത്രമാണ് ജയിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ എത്രമാത്രം ടഫായിരുന്നെന്ന്. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പഠിച്ച് നല്ല അസലായിട്ട് റിവിഷനൊക്കെ ചെയ്ത റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ശരിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എന്തായാലും ടഫായത് കൊണ്ട് തന്നെ ഈ വരുന്ന ജനുവരിയിലെ എക്സാം അത്ര ടഫായിരിക്കില്ല അല്ലേ. തീർച്ചയായിട്ടും ആയിരിക്കില്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരു എക്സാംസ് പാറ്റേൺസ് പോലും എപ്പോഴും ടഫായിട്ട് തന്നെ ചോദിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന എക്സാം എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഭയങ്കര ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചൊന്നും ആരും എക്സാമിന് പോകരുത്. ഈസി ആയിരിക്കും എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. സെറ്റ് എക്സാമിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, വ്യതിചലിക്കാറില്ല. എന്നുവെച്ചാൽ ഒരുപാട് ടഫും വരാറില്ല, ഒരുപാട് ഈസിയും വരാറില്ല. ഒരു മോഡറേറ്റ് ലെവലിലാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. എപ്പോഴും സുവോളജിയേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാമിന് എഴുതുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സാകുന്നതും ബോട്ടണിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നേരെ തിരിഞ്ഞുപോയി. ഏറ്റവും കുറവ് കുട്ടികൾ പാസ്സായ ഒരു സെറ്റ് എക്സാം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടും എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. ഈ വരുന്ന സെറ്റ് എക്സാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെറ്റ് എക്സാമിന് ആ നിരാശയെല്ലാം മാറ്റിവെച്ച് പഠിക്കേണ്ട സമയം തന്നെയാണ് അല്ലേ. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. ആ പഠിച്ച് ഒരു 3-4 റിവിഷൻസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആവും. കാരണം ഇത്ര നാൾ നിങ്ങൾ പഠിച്ചതാണല്ലോ. ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവരും നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി പഠിക്കാനുള്ള സമയമാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 90 ഡേയ്സിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇപ്പോൾ നമ്മൾ ഒരു ആഴ്ചത്തെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇത് 90 ഡേയ്സ് റിവിഷൻ ടൈം ടേബിളിൻ്റെ 7 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡേയ്സും കൊടുത്തിട്ടുണ്ട്, ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസിനാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡേ 1 യൂണിറ്റ് 1 മൊഡ്യൂൾ 1 ബാക്ടീരിയ പാർട്ട് 1-2 ആണ്. ഈ ബാക്ടീരിയ പാർട്ട് 1-2 എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സാണ്. ആപ്പിലെ ക്ലാസ്സിൽ എടുക്കുന്നത് 1-2 എന്ന് പറയുന്നത്, അതായത് മൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം. ഡേ 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. മൺഡേ മുതൽ സൺഡേ വരെയാണ് ഈ ഡേ 6 എന്ന് പറയുന്നത് സാറ്റർഡേ വരെയുള്ള സമയമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മൺഡേ നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 1 ബാക്ടീരിയ പാർട്ട് 1ഉം 2ഉമാണ്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വീഡിയോ ക്ലാസ്സസ് ആണ്. ആപ്പിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ക്ലാസ്സിൻ്റെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്ന 1ഉം 2ഉം 3ഉം 4 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 2 വീഡിയോസ് കാണുക എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡേ 2 വരുമ്പോഴത്തേക്ക് മൊഡ്യൂൾ 2 അതിൻ്റെ ബാലൻസ് പാർട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡേ 1 ഡേ 2 ഡേ 3 ഡേ 4 ഡേ 5 ഡേ 6 നമ്മൾ എന്ത് ചെയ്യും, ഈ പോർഷൻസ് എല്ലാം പഠിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതിനകത്ത് നമ്മുടെ സബ്ജക്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ അല്ലേ. സബ്ജക്റ്റ് പാർട്ട് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഇതിനോടൊപ്പം എന്തുകൂടി പഠിക്കണം, ജനറൽ പാർട്ട് കൂടി പഠിക്കണം. അപ്പോൾ ഈ പഠിക്കാൻ ഡേ 1 ഈ മൊഡ്യൂളിൻ്റെ ഈ 2 പാർട്ട് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എന്തുകൂടി പഠിക്കണം, ജനറൽ പാർട്ട് കൂടി പഠിക്കണം. അങ്ങനെ നമ്മൾ ഈ 7 ദിവസവും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്തൊക്കെ തീർക്കും, നമ്മുടെ സബ്ജക്റ്റും തീർക്കും, നമ്മുടെ ജനറൽ പേപ്പറും തീർക്കും. അങ്ങനെ നമ്മൾ പഠിച്ച് ഒരാഴ്ചത്തെ റിവിഷൻ എവിടെ കൊണ്ട് തീരും, 6 കൊണ്ട് തീരും. ഡേ 6 എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആണ്. ഇനി ഡേ 7 എന്ന് പറയുന്നത് വീക്ക്ലി റിവിഷൻ എക്സാംസ് ആണ്. നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയാനായിട്ട്, നമ്മുടെ പഠനം നല്ല രീതിയിലാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ്. കാരണം നമ്മൾ പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ എത്രമാത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രമാത്രം നന്നായിട്ട് എക്സാംസിൽ അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നോ, എത്രമാത്രം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നോ, അതെല്ലാം നിങ്ങളുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിനെ
ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും നമ്മളൊരു എക്സാംസ് എഴുതും. ആ എക്സാംസ് എഴുതുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡോടുകൂടി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ, ഒരു സെൽഫ് ഇൻസ്പിറേഷനായിട്ട് വരേണ്ടതാണ്. മാർക്ക് കുറഞ്ഞ ആളുകൾക്കാണെങ്കിൽ മാർക്ക് കൂടി മേടിക്കാനുള്ള ചാൻസ് അല്ലേ. എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, നമ്മളിപ്പോൾ വലിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും, എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കും. കാരണം നിങ്ങളെപ്പോലെ ഇത്രയും കാശൊക്കെ കൊടുത്ത് പഠിക്കാൻ ജോയിൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന് ജോയിൻ ചെയ്തതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒന്നും കൂടി നന്നായിട്ട് പഠിക്കും അല്ലേ. എപ്പോഴും ആ ഒരു ആദ്യത്തെ സ്ഥാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ച് സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയല്ല, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന എക്സാമാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അതായത് ആദ്യത്തെ ഒരു 6 ദിവസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ 7ാമത്തെ ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്തേ മതിയോ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീക്കും പോകും. ഡേ 7ലും ഡേ 8ലും ഡേ 9ലും ഡേ 10ലും ഡേ 11ലും 12ലും. ഇനി എന്ത് ചെയ്യും, അടുത്ത ദിവസം നടക്കുന്നതെന്ന് വെച്ചാൽ റിവിഷൻ എക്സാമാണ്. അപ്പോൾ റിവിഷൻ എക്സാമിൽ നമ്മൾ ഈ പഠിച്ച ഈ ഒരു വീക്കിൽ ആ വീക്ക് പഠിച്ച പോർഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതല്ല വീക്കിലി എക്സാംസ് എന്ന് പറയുന്നത്. ഏതും കൂടി ഉൾപ്പെടും, നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള പോർഷൻസ് കൂടി ഉൾപ്പെടുത്തും. അതായത് നമ്മൾ എത്ര പോർഷൻസ് പഠിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ എക്സാമിന് നല്ല മാർക്ക് നേടാനായിട്ട് സഹായിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം പഠിച്ചു, എത്രമാത്രം റിവിഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ആരാണോ പഠനവും റിവിഷനും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസും അല്ലേ. അല്ലാതെ ഞാൻ എല്ലാ മൊഡ്യൂൾസും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു തവണ വായിച്ചു പോയാൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ സ്വയം വിചാരിച്ചാൽ മതിയോ? പോരാ, നമ്മളത് പ്രൂവ് ചെയ്യണം. നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും, നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തും. തീർച്ചയായിട്ടും ഒരു എക്സാം എഴുതാതെ അല്ലാതെ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യില്ല അല്ലേ, ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ 7ാമത്തെ സെക്കൻഡ് വീക്കിൻ്റെ സൺഡേ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പഠിച്ച വീക്കിൻ്റെയും സെക്കൻഡ് വീക്സിൻ്റെയും എക്സാംസ് നമ്മൾ എന്ത് ചെയ്യും, എഴുതിയിട്ടുണ്ടാവും. ഇനി 3rd വീക്ക് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ ഫസ്റ്റും സെക്കൻഡും 3ും ഉൾക്കൊണ്ടുള്ള എക്സാംസ് ആയിരിക്കും ആ വീക്കിലി എക്സാംസിൽ വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പഠിച്ച പോർഷൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആകുമ്പോഴേക്കും, ഇപ്പോൾ 90 ഡേയ്സ് ഉണ്ടെങ്കിൽ 90 ഡേയ്സിൽ ഒരു 15 എക്സാംസിനുള്ള സമയമുണ്ട്. ആ 15 എക്സാം വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര തവണ ഈ പോയ പോർഷൻസ് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. അതായത് മറന്നു പോകാനുള്ള ഒരു നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ബ്രെയിന് കൊടുക്കില്ല. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ എത്ര പഠിച്ചു, ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല അവിടെ, നമ്മൾ എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ടുണ്ട്, ആ പോർഷൻസിനോട് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നതിലാണ് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം ഈ സെറ്റ് എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് നേടിയെന്നൊന്നും ഒരു മനുഷ്യൻ പോലും നിങ്ങളോട് ചോദിക്കാനേ വരില്ല. സെറ്റ് എക്സാം ക്ലിയർ ചെയ്തോ എന്നാണ് അല്ലേ. നമുക്ക് മിനിമം പാസ് മാർക്ക് മതി. അഗ്രിഗേറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 കൂടെ നേടിയെടുക്കണം. പക്ഷേ എന്നാലും ആ മിനിമം മാർക്കിലോട്ട് എത്താൻ ഇത്ര പാടുണ്ടോ? ഇല്ല. 2 വർഷം നമ്മൾ നല്ല അസലായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അത്രയും നന്നായിട്ട് പഠിച്ച്, എനിക്ക് തോന്നുന്നു ഒരു MSc റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും സെറ്റ് എക്സാം ഫസ്റ്റ് ടൈം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവർ പഠിച്ച രീതിയിലല്ല ആ കോമ്പറ്റീറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത് അല്ലേ. നമുക്കിവിടെ MCQ ആണ്. നമ്മൾ അതേസമയം MSc പഠിച്ചപ്പോൾ നമുക്ക് കുറേ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, എഴുതി നമുക്ക് മാർക്ക് മേടിക്കാമായിരുന്നു. ഇവിടെ നമ്മുടെ നോളജ് എത്ര ഉണ്ടെന്നൊന്നും അവിടെ അളക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ മതി. 4 ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൻസേഴ്സും സെയിം ആണല്ലോ എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ. തീർച്ചയായിട്ടും എക്സാം ഹോളിൽ കയറിയിരിക്കുമ്പോഴാണ് നമുക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത വലിയ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്കൊരു ബേസിക് നോളജ് മാത്രമേ ഉള്ളൂ. ഒരു ബേസിക് നോളജ് മാത്രം പോരാ, നമുക്കൊരു തറോ നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ കൺഫ്യൂഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ കൺഫ്യൂഷൻ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് തവണ എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം PVQ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഇനി വരുന്ന എക്സാംസിൽ PVQ ചോദിക്കില്ല എന്നുണ്ടോ? സെയിം PVQ ഒന്നും ഒരിക്കലും എങ്ങും ചോദിക്കാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു പാറ്റേൺ പിടിച്ച് തന്നെയായിരിക്കും എക്സാംസ് വരിക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും PVQ ഒന്നും മാറ്റി വെക്കണ്ട. ആ PVQ ഒക്കെ തന്നെയാണ് നിങ്ങളെ എപ്പോഴും സഹായിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 5 വർഷത്തെ PVQ നന്നായിട്ട് ചെയ്യുന്നവന് എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാംസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. എക്സാം നല്ല രീതിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ നല്ല രീതിയിൽ പാസ് ഔട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം,
എന്ത് ചെയ്യണം, നന്നായിട്ട് റിവിഷനും കൂടി അതിനോടൊപ്പം വേണം, റിവിഷനും പ്രാക്ടീസും കൂടി അതിനോടൊപ്പം വേണം. അപ്പോൾ ധൈര്യമായിട്ട് CC ജോയിൻ ചെയ്തോ. ജെനറ്റിക്സ് പഠിപ്പിക്കാനായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ല നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ എന്നൊന്നും വിചാരിച്ചിരിക്കുകയേ ചെയ്യരുത്. ഇനി എന്തെങ്കിലും നിരാശ, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് പഠിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയിലിരിക്കുന്നവരാണെങ്കിൽ നിരാശയൊക്കെ മാറ്റിവെക്കും. കാരണം ഒരു സെറ്റ് എക്സാമിന് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി വരുന്ന കാലങ്ങളിൽ HSA എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അല്ല. HSA എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടാവുമോ? കാരണം ലയനം നടന്നു കഴിഞ്ഞാൽ HSA എന്ന് പറയുന്ന പോസ്റ്റ് അങ്ങനെ തന്നെ എടുത്തു കളയും. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? HSST മാത്രമേ ഉള്ളൂ. ധാരാളം ചാൻസുകൾ വരും, ധാരാളം ഒഴിവുകൾ വരും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, HSSTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ HSST നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, നമ്മൾ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് നമ്മുടെ ഒരു ഭാഗ്യത്തിന് ഈ ജാനുവരി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ജാനുവരിക്ക് എക്സാം നടന്ന് അടുത്ത മാസം തന്നെ അതിൻ്റെ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന HSSTയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചാലോ. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മളൊരു റിസ്ക് എടുക്കുന്നത്? എത്രയും പെട്ടെന്ന് സെറ്റ് എക്സാം, എന്തായാലും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാവരും ആഗ്രഹം അല്ലേ. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകണം എന്നുള്ള തീവ്രമായൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അല്ലേ. ആ പ്രയത്നത്തിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങാകാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ CC ജോയിൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. CC 90 ഡേയ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അവർ പറഞ്ഞു തരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്